ഹായ്, നിഖില വിമലിനെ പറ്റിയാണ്. നിഖില വിമൽ ഒരു ഇന്റർവ്യൂവിൽ കുറേയധികം കാര്യങ്ങൾ, കുറേയധികം ഇന്റർവ്യൂസിലൊക്കെ പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പലരും ഔട്ട് സ്പോക്കൺ ആണെന്നും പിന്നെന്താ ഒരു തറുതല സംസാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. യൂഷ്വലി ഇപ്പോൾ അവരൊരു സത്യം പറഞ്ഞ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് അവർ തഗ്ഗടിക്കുന്നതാണെന്നാണ് പൊതുവിലൊരു അഭിപ്രായം. ചിലർ തറുതലയെന്ന് പറയുന്നുണ്ട്. രണ്ടുമല്ല, സത്യത്തിൽ ആ കുട്ടിക്ക് അത്ര നോളജേ അതിന് ഉള്ളൂ. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. സാധാരണ ഇപ്പം മമ്മൂട്ടി ലെവലിലുള്ള ഒരാളാണെങ്കിൽ, മമ്മൂട്ടി മോഹൻലാൽ ലെവലിലുള്ള അവർ കുറച്ചുകൂടെ ആലോചിച്ചേ മറുപടി പറയും. ബിക്കോസ് അവർക്ക് ഇതാണ്, ഈ ഫീൽഡ് വിട്ട് അവർ ചിന്തിക്കുന്നില്ല. എല്ലാത്തിലും റിട്ടയർമെൻറ്റ് എടുക്കുന്ന മനുഷ്യർ ഇതിനകത്ത് എടുക്കത്തില്ല. കാരണം അവരെ കൊണ്ട് അഭിനയിക്കാൻ ആരും വിളിച്ചില്ലെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കി അവർ തന്നെ അങ്ങോട്ട് അഭിനയിക്കും. അങ്ങനെ കുറേ പേരുണ്ട്. അവരൊക്കെ വളരെ കെയർഫുള്ളായിരിക്കും, വളരെ കെയർ ചെയ്തേ പറയുള്ളൂ. അതെന്താണെന്ന് അറിയാമോ? മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ഈ ഫീൽഡിൽ നിൽക്കണം. തങ്ങളുടെ വായിൽ നിന്ന് വേണം ഒരു മൈന്യൂട്ട് സാധനം എടുത്തുകൊണ്ട് അപ്പുറത്തുള്ളവർ ഇറങ്ങും എന്നുള്ളത് കൃത്യബോധ്യമുള്ളത് കൊണ്ടും, അതായത് അവയർനെസ് ഉള്ളത് കൊണ്ടും അവരതിനെപ്പറ്റി കൂടുതൽ വിജിലൻ്റ് ആയിരിക്കും. നിഖിലയ്ക്ക് ഉള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷീസ് ബോൾഡ് ആണെന്നോ അല്ലെങ്കിൽ തറുതല പറയുന്നുണ്ട് പ്രശ്നമില്ലെന്നോ അങ്ങനെ ഒരു തോന്നലുണ്ട്. ഈ ഒരു സംഗതി അപ്പുറത്ത് നിൽക്കുന്നവർക്ക് കിട്ടിയാൽ, ഒപ്പോണൻസ് ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല, എവരിവൺ. ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയമായിരിക്കില്ല മറ്റൊരാൾക്ക്, എൻ്റെ മതമായിരിക്കില്ല മറ്റൊരാൾക്ക്, അപ്പോൾ എൻ്റെ ശരികൾ മറ്റൊരാൾക്ക് തെറ്റുകളായിരിക്കാം. അപ്പം നമ്മൾക്ക് ഒപ്പോണൻ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് മനസ്സിലാക്കാതെയാണ് പുള്ളിക്കാരത്തി പലയിടത്തും ഈ കമൻസ് പറയുന്നത്. അതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസാണ് ഈ ഫേസ് ചെയ്യുന്നത്. ഇപ്പം പൊതുവിൽ ഇവരുടെ രാഷ്ട്രീയത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പലരും അവരെ മോശമായ രീതിയിൽ പറയുന്നത്. മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറുതലയാണ്, വീട്ടിലെ വളർപ്പ് ശരിയല്ല, അല്ലെങ്കിൽ വീട്ടിൽ പഠിപ്പിച്ചു കൊടുത്ത ശരിയല്ല, ഇങ്ങനെ കുറേ കമൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ കുട്ടി കുറച്ച് ബോൾഡാണ് ആൻഡ് ആക്റ്റീവ്. മാത്രമല്ല, പൃഥ്വിരാജ് പറയുമ്പോൾ ഓക്കെ ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു, ഈ കുട്ടി പറയുമ്പോൾ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ നടിയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു വേർഷൻ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആ പെൺകുട്ടി പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് എന്ന ഒരു തേമ അതിനകത്തില്ല. വാസ്തവത്തിൽ എന്തെന്ന് പറഞ്ഞാൽ, പലരും പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ ഒരു സഭാകമ്പമില്ലാത്ത പുള്ളിക്കാരത്തി അങ്ങ് പറയുന്നു, അത്രയേ ഉള്ളൂ. നിഖിലയ്ക്ക് അവരുടെ കാര്യം തുറന്ന് പറയാനായിട്ടൊരു പ്രത്യേകിച്ച് ഒരാളെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളത് തോട്ടില്ല. അവൾക്ക് പറയേണ്ട കാര്യം അവൾ എടുത്തടിച്ചാണൊക്കെ പറയുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു കുട്ടി പറയുന്നത്, ഞാൻ ചെറുതിലേ ഇങ്ങനെ തന്നെയാണ്, എന്നോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെ വർത്തമാനം പറയും. അത് ആ ടൈമാണ്. അത് മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുമോ അല്ലെ മറ്റുള്ളവരെ ബാധിക്കുമോ, ഇതൊന്നും ആ കുട്ടിയുടെ വിഷയമല്ല. അവളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, അതാണ് അവളുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അല്ലാതെ അതൊരു തഗ് അടിക്കുന്ന ആളെന്നോ അല്ല തറുതല പറയണമെന്നോ ഒന്നുമല്ല. ചില ചോദ്യങ്ങളുണ്ടല്ലോ, എല്ലാവരും അങ്ങനെയല്ല, വളരെ ഹോൾഡ് ചെയ്ത് മറുപടി പറയും. എൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉർവശിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. ഉർവശി അതിനകത്ത് പറയുന്നുണ്ട്, നിനക്കെന്താ ജോലി, ഇരുന്ന് എണ്ണ്, വളരെ കാഷ്വലായിട്ട് പറയുന്നുണ്ട്. അവർക്ക് ആ ഒരു സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യം നന്നായി ഇറിറ്റേറ്റഡ് ആയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അങ്ങനെ ഒരു ആൻസർ വന്നത്. അതായത് അവതാരിക ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഇത്രയും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന്. അപ്പോൾ അതിനുള്ള മറുപടി അത് ആ രീതിയിലേ കൊടുക്കാൻ പറ്റൂ. എല്ലായ്പ്പോഴും ഈ പത്രപ്രവർത്തകരോ അല്ലെങ്കിൽ അതേപോലുള്ള ആൾക്കാരും ഒന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഒരേപോലെ മറുപടി കൊടുക്കുക പോസിബിൾ അല്ല. പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിലുള്ളവർ. പിന്നെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള മറുപടി ഉണ്ടാകും. നമ്മളൊരു സിനിമയെ ഓറിയൻറ്റ് ചെയ്തിട്ട് ആ ഒരു ഇതിൻ്റെ പ്രൊമോഷൻ ഇരിക്കുമ്പോൾ ആ സമയത്ത് വന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ചിലർ ആ സമയത്താണ് പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് അവർ തിരിച്ചങ്ങോട്ട് മറുപടി പറയും. അപ്പോൾ അവർ തൻ്റെടികളാണെന്നോ നിഷേധിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരുടെ രീതിയാണ്. ചിലർക്ക് ഇത് ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് കാലം നിൽക്കണം. ഇപ്പോൾ മമ്മൂട്ടിയുടെ അടുത്തൊക്കെ ചോദിച്ചാൽ മമ്മൂട്ടി ഭയങ്കര ഏറ് പിടിച്ച വർത്താനം പറയുള്ളൂ. കാരണം പുള്ളിക്ക് ഈ ഫീൽഡിൽ തന്നെ തുടരണം എന്നോ ആവശ്യക്കാരനാണ്. അദ്ദേഹത്തിന് ഇത് വിട്ട് മറ്റൊരു ഫീൽഡിനെ പറ്റി അദ്ദേഹം ചിന്തിക്കണ പോലുമില്ല. എത്ര തന്നെ ഫിനാൻഷ്യലി സൗണ്ട് ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേപ്പബിലിറ്റി ഉണ്ടെങ്കിലും പുള്ളി അതിലേക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യണം. പുള്ളിയുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്ന സിനിമയാണ്. അതുകൊണ്ടാണ് ഈ വയസ്സിലും സ്വന്തമായിട്ടാണെങ്കിൽ പോലും എങ്ങനെയും ഫിലിമിൽ കയറണം, അങ്ങനെ നിൽക്കണം, അങ്ങനെ ഒരു ടൈമിലേക്ക് പുള്ളി എത്തി നിൽക്കുന്നത്. ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനൊരു റിട്ടയർമെൻറ്റ് വേണം എന്ന് തോന്നും. ആ റിട്ടയർമെൻറ്റ് പോലും ആവശ്യമില്ലാതെ പുള്ളി വീണ്ടും ചെയ്യുന്നു. ഇതുപോലെ കുറേ നടന്മാരുണ്ട്, കമലഹാസനായാലും രജനീകാന്തര, ഇവരൊന്നും റിട്ടയർമെൻറ്റ് ലൈഫ് ആഗ്രഹിക്കുന്നില്ല. ദേ നീഡ് മോർ, അവരെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഈ സ്ത്രീകൾക്ക് അത് വളരെ കുറവാണ്. അവർ അമ്മ വേഷത്തിലേക്ക് ചുരുങ്ങിപ്പോകും. ഇവർ ഒരിക്കലും അച്ഛനാകത്തില്ല, അല്ലെങ്കിൽ അച്ഛൻ വേഷങ്ങളിലേക്ക് പോകത്തില്ല, അമ്മാവൻ വേഷങ്ങളിലേക്ക് പോകത്തില്ല. അവർക്ക് ഇഷ്ടം പിന്നെ ഹീറോ ആയിട്ട് നിൽക്കാനാണ്. എല്ലാവരും അവരവരുടെ ലൈഫിലെ ഹീറോയാണ്, എല്ലാവരും അവരവരുടെ ലൈഫിലെ ഹീറോയിനും തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും ആ ക്യാരക്ടർ കിട്ടത്തില്ല എന്നുള്ളതാണ് വസ്തുത. ആ ക്യാരക്ടറിനെ ഓറിയൻറ്റ് ചെയ്തൊരു സിനിമയും വരാറില്ല. ഒരു അമ്മയൊക്കെ ഓറിയൻറ്റ് ചെയ്തൊരു സിനിമ വന്നു കഴിഞ്ഞാൽ
സക്സസ് ആവില്ല എന്നൊരു ഇതുണ്ട്. അതായത് എല്ലാവരും ബിസിനസ് ആണല്ലോ നോക്കുന്നത്, ആരും അതൊരു ആർട്ട് എന്ന രീതി നോക്കുന്നില്ല എന്നുള്ളത് വസ്തുത. പോയിന്റാണ്. എനിക്ക് പക്ഷേ ഒരു ചെറിയ പ്രശ്നം തോന്നിയത്, അതായത് ഒന്നാമത് ഈ കുട്ടിക്ക് ആ തഗ് പറയുന്നത് കൊണ്ട് നമ്മൾ ഈ കുട്ടി ഭയങ്കരമായ നോളജുള്ള കുട്ടിയാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അത് ഇതോടുകൂടി അങ്ങ് മാറി. അതായത് ഈ സോഷ്യൽ ഒരു ഇതിനകത്ത് ഇടപെടുമ്പോൾ, പ്രത്യേകിച്ച് സിനിമ പോലുള്ളൊരു മേഖലയിൽ നിൽക്കുമ്പോൾ അവരേറ്റവും കൂടുതൽ സപ്പോർട്ടീവായി നിൽക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ കുറച്ച് ഇത് പാലിക്കേണ്ട ഒരു രീതിയുണ്ട്. അത് മാധ്യമപ്രവർത്തകരോട് തന്നെയാണ്. കാരണം അവരാണ് നിങ്ങളെ ഈ ഫീൽഡിൽ നിലനിർത്തുന്നത്. ഇപ്പോൾ ഒരു സിനിമ അഭിനയിച്ചു, ആ സിനിമ അവിടെ ഉണ്ട് എന്ന് ആരാണ്? ആ മീഡിയമാണ് മീഡിയ പേഴ്സൺസ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചു വയ്ക്കാനുണ്ടെങ്കിൽ ഇത് യൂഷ്വലി നടക്കുന്ന, നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രൈവസി എക്സ്പെക്ട് ചെയ്യരുത്. ഇതിനകത്ത് ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഒരു സെലിബ്രിറ്റിക്കും പ്രൈവസി എന്ന് പറയുന്ന സംഗതി കിട്ടത്തില്ല. അത് പല രീതിയിലും ഞാനും ഒക്കെ ഒരുപാട് അനുഭവിക്കുന്നുള്ള ഒരു കാര്യമാണ്. നമുക്കത് ഇഷ്ടമില്ല വെച്ചാൽ നമ്മൾ ആ ഒരു ഫീൽഡിൽ വരാതിരിക്കുക. നമ്മൾ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യും. ഒരുപക്ഷെ അങ്ങനെ ചെയ്യാതിരുന്നാൽ നമുക്കൊരു വിഷമം തോന്നും, ചേട്ടാ ഇവർക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് അങ്ങനെ തോന്നുന്ന ഒരുപാട് നടന്മാരുണ്ട് തന്നെയാണ്. അപ്പോൾ ചെറിയ റോളിലൊക്കെ പോയാൽ പോലും ഞാൻ സെലിബ്രിറ്റി ആണെന്ന് തുപ്പോക്കി പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കുറേ മനുഷ്യരുണ്ട്. കണ്ടാൽ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുന്നൊരു ഹോണറാണ്. ഈ ഹോണർഷിപ്പ് നിങ്ങൾക്ക് നേടിത്തരുന്നത് നിങ്ങളുടെ അഭിനയമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതോ ഒന്നുമല്ല. അതിനേക്കാൾ ഉപരി ഈ സിനിമ ഉണ്ടാക്കി എടുത്ത ഇമ്പാക്റ്റ്, അതിനേക്കാൾ ഉപരി അതിൻ്റെയും ഒരു പടി മുകളിൽ ഇതിനെ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ച മീഡിയക്കാരാണ്. അവർ നിങ്ങളുടെ അച്ഛനും അമ്മയല്ല, ഗോഡ് ഫാദറാണ്. അത്രത്തോളം നിങ്ങൾക്ക് അവരോട് കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് നിങ്ങൾ മറന്നു പോകുക. അതിൻ്റെ പിന്നെ പൊതുവിലൊരു വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിരിക്കുകയാണ്. ആ സമയത്ത് വന്നിട്ട് നിങ്ങൾ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും. നമ്മുടെ റിയാക്ഷൻ വളരെ ബാഡും ആയിരിക്കും. അതിനകത്ത് തർക്കമൊന്നുമില്ല. അത് നിഖില ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റില്ല എന്ന് പറയാം. പക്ഷെ എല്ലായിടത്തും അതുണ്ടോയെന്ന് ചോദിച്ചാൽ ചില ഇടങ്ങളിൽ കുറച്ച് ഓവർ തന്നെയാണ്. അപ്പം ഞാൻ സ്വല്പം മുൻപുള്ള കുറേ അധികം സ്റ്റേറ്റ്മെൻറ്റൊക്കെ കണ്ടപ്പോൾ ഈ കുട്ടിക്ക് നല്ല പൊതുബോധമുണ്ടെന്നും കുറച്ചൊക്കെ വിവരമുള്ള കൂട്ടത്തിലെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. പക്ഷെ പ്രശ്നം ഇതാണ്, ചിലരുടെ ധൈര്യം എന്ന് പറയുന്നത് അവർക്ക് സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലായ്മയാണ്. ഇപ്പോൾ നമ്മൾ ഒരിടത്ത് പോകുന്നു, ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു വീട്ടിലേക്ക് പോകുന്നു, അയാൾ നമുക്ക് ശത്രുതയുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? അയാൾ സാധാരണ കോമൺ സെൻസ് ഇല്ലാത്ത നമ്മൾ അകത്തേക്ക് കയറിയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാകാത്ത, അതായത് ആ നിയമത്തിൻ്റെ പരിജ്ഞാനമില്ലാത്തവരെന്ത് ചെയ്യും? വീട്ടിലേക്ക് ഇടിച്ചങ്ങോട്ട് കയറും. ചിലപ്പോൾ ഗേറ്റൊക്കെ ഇടിച്ച് കളഞ്ഞ് അങ്ങ് അകത്തേക്ക് കയറും. കോൺസിക്വൻസ് എന്താണ് എന്നുള്ളതിൻ്റെ ബോധമുള്ളവർ അത് ചെയ്യത്തില്ല. അതായത് ഇതിനകത്തേക്ക് ഇടിച്ചു കയറി കഴിഞ്ഞാൽ ഭവനഭേദത്തിൽ നമുക്ക് കേസ് വരാം. കേസ് വന്നാൽ ജാമ്യം എടുക്കണം. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. വീട്ടുകാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇങ്ങനെ കുറേ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അതിന് ചെയ്യത്തില്ല. അത് ഭയമല്ല, അത് വിജിലൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. നമുക്കറിയാം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ്, ഇതിൻ്റെ കോൺസിക്വൻസ് ഇതാണ് എന്നുള്ളൊരു ബോധം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അതിനകത്ത് കൺട്രോൾ ചെയ്യും. അതാണ് അതിൻ്റെ പോയിന്റ്. അത് വിവരക്കേടിൻ്റെ പര്യായമായതുകൊണ്ടാണ് അവിടേക്ക് ഇടിച്ചു കയറുന്നത്. വരട്ടെ എന്നുള്ളതല്ല. എന്തു വന്നാലും എനിക്കൊന്നുമില്ല എന്ന ടൈമിൽ അകത്തേക്ക് കയറുന്നത് മന്ദബുദ്ധിത്തരമാണ്, അതായത് ബോധമില്ലായ്മയാണ്. അത്തരത്തിലൊരു ബോധമില്ലായ്മയാണ് നിഖില ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം നിഖില ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കേൾക്കാൻ തോന്നി. ബാക്കി ആ കുട്ടിയുടെ തഗ്ഗൊക്കെ അതിൻ്റെ പേഴ്സണൽ ചോയ്സാണ്, അത് പറയട്ടെ. അത് കേൾക്കാനൊക്കെ രസമുണ്ട്. തഗ് ഇപ്പം അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കര തഗ്ഗായിട്ട് തോന്നും. മുൻപ് കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിരുന്നല്ലോ, വളരെ ധൈര്യപൂർവ്വം ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ പുള്ളിക്കാരത്തി സംസാരിച്ചിരുന്നു. അതൊരു ഭയങ്കര സൂപ്പർ സാധനമാണ്. പക്ഷെ അത് അവരുടെ ആ ഒരു ബോധ നിലവാരത്തിൽ നിന്ന് വന്നതല്ല. അവരതൊരു കാഷ്വലായിട്ട് പറഞ്ഞ, പലരും അനുഭവിക്കുന്ന പല രീതിയിലുള്ള പീഡനങ്ങളും പറയാൻ മടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം പൊതുബോധമാണ്. ഇത് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ചേർന്ന് ആക്രമിക്കുമെന്നുള്ളൊരു പൊതുധാരണയാണ് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. നിഖിലേക്ക് അതില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു സ്പീച്ച്. ഇതൊന്ന് കേൾക്കാം. നിങ്ങൾ മീഡിയ ആണ്, അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ. സിനിമയുടെ പ്രിവ്യൂവിന് വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ വരുന്നത് നിങ്ങൾക്ക് എടുക്കാം, അവർ പോകുന്നത് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആ പറയുന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് നിങ്ങളുടെ ലിമിറ്റ്. അല്ലാതെ അവരെവിടെയെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവരാരെങ്കിലും ഹഗ് ചെയ്യുന്നതോ അവരിവരോട് പോയി സംസാരിക്കുന്നതോ ഒന്നും നിങ്ങളുടെ കണ്ടന്റ് അല്ല. എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ വന്നിട്ട്, അപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു ഞങ്ങൾ മീഡിയ ആണ് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പം എന്താണ് അങ്ങനെ, എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുക? നിങ്ങൾ മീഡിയ ആണ്, അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ. അതായത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും വിടുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്നത് മീഡിയയുടെ മുമ്പിലാണ്. ഇപ്പോൾ ഹക്കീമിൻ്റെ ലൈഫിലാണെങ്കിൽ നമുക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്, ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ. എക്സാക്ട്ലി, ഇതാണ് ഞാൻ പറഞ്ഞ ബോധമില്ലായ്മയുടെ ഒരു പര്യായമായിട്ടാണ് എനിക്ക് കുട്ടി ഈ ഒരു വിഷയത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഇത് പറയണം, എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വാതന്ത്ര്യത്തിൽ ശരിയായിരിക്കും, നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ തന്നിട്ടുണ്ടാകും. അതെല്ലാം നിങ്ങൾക്ക് എല്ലായിടത്തും പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അവരുടെ ഒരു വീട്ടിലുള്ള ഒരു ഫ്രീഡം അവർ മറ്റൊരു വീട്ടിൽ പോയി എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ ചില ഇടങ്ങളിൽ ചില നിയമങ്ങളുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വശം അതവിടെ നിൽക്കട്ടെ, അതും പോകട്ടെ. സെലിബ്രിറ്റി ആവുക എന്ന് പറയുന്നത് പലരുടെയും ഒരു ഡ്രീമാണ്. പലരും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സെലിബ്രിറ്റി ആവുക എന്നുള്ളത്. സിനിമയിൽ അങ്ങ് മൂലയിലെങ്ങാണോ ഒരു ചാൻസ് കിട്ടിയാൽ പോലും അതും തൂക്കി പിടിച്ചിട്ട് ഞാൻ ഭയങ്കര സെലിബ്രിറ്റിയാന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ഘട്ടത്തിൽ, അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ, അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യർക്കിടയിലേക്ക് ആണ് പുള്ളിക്കാരത്തി വന്നിട്ടുള്ളത്. പുള്ളിക്കാരത്തി പെട്ടെന്ന് റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇത് കിട്ടാത്തവർ സത്യമായിട്ട് മീഡിയക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം മീഡിയയാണ് നിങ്ങളെ വളർത്തുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ഇതാണ്? ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു, ഇപ്പോൾ ജാൻസി ഡാനിയൽ അങ്ങനെയാണ് പുള്ളിയുടെ പേരെന്നത്. അതിനകത്ത് ഇപ്പോൾ അഭിനയിച്ച പെൺകുട്ടിയെ എത്ര പേർക്കറിയാം? ആ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ അതിനത്രയും പബ്ലിസിറ്റി ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് റീച്ച് ആവും, എല്ലാവരിലേക്കും എത്തും, ഇല്ലേ? ഇപ്പോൾ ചെറിയ ചെറിയ സഹനടിമാർ തന്നെ ചില ഇടങ്ങളിൽ, അവർക്ക് ചില ഇടങ്ങളിൽ മീഡിയക്കാരനോ റീച്ച് ആവുന്നുണ്ട്. ചിലപ്പോൾ നായികയേക്കാൾ പ്രാധാന്യം ആ പെൺകുട്ടിക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ KGF സിനിമ ഇറങ്ങി, അതിനകത്ത് ചെറിയൊരു വേഷമാണ് അതിൻ്റെ അമ്മ എന്ന ക്യാരക്ടർ ചെയ്തത്. അവർക്കായിരുന്നു കൂടുതൽ ആ മീഡിയ കൊടുത്ത ഇതും. അവരായിരുന്നു ഏറ്റവും കൂടുതൽ അതിൻ്റെ നായികയേക്കാൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരുന്നത് ആ നടിയായിരുന്നു. അവർ ചെറിയൊരു വേഷമാണ് ചെയ്തത്, അമ്മ എന്ന വേഷം. പക്ഷെ അതിന് അത്രയും ഹൈപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് കൊടുത്തതാരാണ്? മീഡിയാസാണ്. കാരണം അതിനാണ് പ്രേക്ഷകർ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് കൊടുത്ത് കണ്ട ഒരു ക്യാരക്ടർ. സോ അതിനെ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം, അവരുടെ വിവരങ്ങൾ അറിയാൻ ഇഷ്ടം, ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ കാണാൻ ഇഷ്ടം, അങ്ങനെ എല്ലാം കൊണ്ടും അതിനാണ് ഹൈപ്പ് കൊടുത്തത്. അപ്പം അതിനകത്തുള്ള ആക്ട്രസോ മീൻസ് ആ മെയിൻ നടിയോ അവർക്ക് അത്ര മൂല്യം ഉണ്ടായിരുന്നില്ല. സിനിമയിൽ മൂല്യവൽക്കരിക്കപ്പെട്ടതും പേയ്മെൻറ്റ് കൂടുതൽ കിട്ടിയതും ചിലപ്പോൾ ആക്ട്രസിനായിരിക്കാം. പക്ഷെ എന്നിട്ടും ഇവർക്കാണ് വാല്യൂ കിട്ടിയത്. അത് എന്തുകൊണ്ടാണ്? അത് മീഡിയയുടെ കൺസേൺ ആണ്. മീഡിയ നിങ്ങളെ വളർത്തും, മീഡിയയ്ക്ക് നിങ്ങളെ തളർത്താനും പറ്റും. മീഡിയ നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഡിയ നിങ്ങളുടെ അച്ഛനും അമ്മയേക്കാൾ ഉയർന്നു നിൽക്കുകയാണ്. നിങ്ങൾക്കല്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കരിയറിന് അവർ നിങ്ങളുടെ ഫാദർ, നിങ്ങളുടെ മദറിനേക്കാൾ ഒക്കെ മുകളിലാണ്. അവരില്ല എങ്കിൽ നിങ്ങളില്ല. അവർ നിങ്ങളെ കൺസേൺ ചെയ്യുന്നില്ലെങ്കിൽ ഇല്ല. ഈ പഴയകാല നടന്മാരൊക്കെ കുറേയധികം പേരൊക്കെ ചില ഇൻ്റർവ്യൂസൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പരസ്യത്തിന് ഒട്ടിക്കില്ലേ നമ്മുടെ നോട്ടീസ് ബോർഡ്, അതിനകത്തേക്ക് അവരുടെ ഫേസ് ഒന്നിലേ വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ഒരു കോണില്ലെങ്കിൽ അവരുടെ ഫേസ് അതിനകത്ത് ഉണ്ടാകണം, അങ്ങനെ വഴക്കുണ്ടാക്കുന്നവരുണ്ട്. അപ്പം മീഡിയ അറ്റൻഷൻ കിട്ടുക എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് താനൊരു സത്യം എന്നൊരു തോൽവിയാണ്. ഈ ഒരു വിഷയത്തിൽ വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. പിന്നെ സിനിമയ്ക്ക് പോകുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ് സിനിമയ്ക്ക് പോകുക. പൊക്കോളൂ, വേണ്ടാന്നാരും പറയുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല ഈ ഒരു വിഷയത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലക്കാം. നിങ്ങൾ മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ നിങ്ങളുടെ സമ്മതം വേണം. ഇത് മീഡിയ പേഴ്സൺ ആണെങ്കിൽ അവരെടുക്കും. അത് നിങ്ങളുടെ പ്രൈവസിയെ ബാധിക്കും എന്നുള്ളതൊന്നും അവരുടെ വിഷയമല്ല. കാരണം അവർക്കത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ടാകും. എന്നൊരു മീഡിയ ആണ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ എടുക്കും എന്നുള്ളത് വസ്തുതയാണ്. നിങ്ങൾക്ക് അതിനകത്ത് പ്രൈവസി നിങ്ങൾക്ക് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. ബിക്കോസ് നിങ്ങൾ ആൾറെഡി ആ ഒരു ഫീൽഡിലാണുള്ളത്. നിങ്ങളുടെ ഒരുപാട് ഹിന്ദി സിനിമ സ്റ്റാറുകളൊക്കെ കണ്ടിട്ടില്ലേ? പലപ്പോഴും എനിക്ക് ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട്. അവർ വരുന്നത്, കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നത്, സ്പോർട്സിന് പോകുന്നത്, എന്നും ഈ വീഡിയോസ് എടുത്തിടും അവർ. എന്തോരു ടോർച്ചറായിരിക്കും. മിറ്റത്തിറങ്ങാൻ പറ്റത്തില്ല അവർക്ക് അപ്പാർട്ട്മെൻറ്റ് ജീവികളാണ്. അതിനകത്ത് തന്നെ എല്ലാ ഫങ്ഷൻസും ഉണ്ടായിരിക്കണം. അത് അനുസരിച്ച് ഇവർ പുറത്തേക്ക് പോകുമ്പോൾ അവർ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും എന്നുള്ളത് സത്യമാണ്. കാരണം അവരുടെ ഒരു ബൈറ്റിന്, അവരുടെ ഒരു പിക്ചറിന് വേണ്ടിയിട്ട് അവരുടെ ആരാധകർ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അത്രയും ആരാധകരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ നിങ്ങളുടെ ഏത് രീതിയിലുള്ള ഫോമിലുള്ള സാധനങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അത് നമുക്ക് തടുക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡിൽ വരാതിരിക്കണമായിരുന്നു. നിങ്ങളൊരു മീഡിയ പേഴ്സണാണ്. അതേപോലെ തന്നെ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരു വ്യക്തി, പുള്ളിയുടെ ഫോട്ടോ എടുക്കും. പുള്ളി അവിടെ നിന്നുകൊണ്ട് കിളയ്ക്കുന്നുണ്ട്, അത് ഫോട്ടോ എടുക്കും. അത് എടുക്കാൻ പാടില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരു ഹ്യൂമൻ റൈറ്റ്സിന് എഗൻസ്റ്റ് ആണ്. അയാളുടെ പേഴ്സണൽ ഇതാണ്, പ്രൈവസിയാണ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ നിൽക്കുന്ന പൊസിഷനും കൂടെ റിലേറ്റ് ചെയ്തിരിക്കും നിങ്ങളുടെ ആ പ്രൈവസി അവർ തരിക എന്നുള്ളത്. നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ല, മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രോബ്ലം ഈ ഒരു ഫീൽഡിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. എനിക്ക് ഈ ഫീൽഡിൽ വന്നാൽ ഉണ്ടാകുന്ന നെഗറ്റീവാണ് ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ്.
നമുക്ക് പ്രൈവറ്റ് ലൈഫേ ഉണ്ടാവത്തില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്ന എല്ലാവരും ഞാൻ ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണത്. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. മിക്കവാറും കാറിൽ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നാറില്ല, ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അത് അവരെ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ ഇരിക്കുക. ഇപ്പം ഈ ഫീൽഡിൽ നിൽക്കുന്ന മിക്കവാറും എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. നിങ്ങൾ എന്തിനത് എടുത്തു എന്നൊരു ചോദ്യത്തിൽ തന്നെ നിങ്ങൾ 0 ഡിഗ്രിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കുട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോഷ്യൽ മീഡിയ എന്നോ എന്താണ് അവരുടെ പൊസിഷനെന്നോ പ്രൊഫഷനെന്നോ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ആ വായ്ത്താളം പറയുന്നത്. അവയർനെസ് ഇല്ലായ്മയാണ് പലരെയും കൊണ്ടുപോയി ഇതുപോലുള്ള ഒരു ഇതിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്നത്. അവയർനെസ് വേണം. അതായത് നമ്മൾ എന്താണെന്നുള്ള അവയർനെസ് നമുക്ക് തന്നെ ഉണ്ടാവണം. ഞാൻ ഇതാണ്, എൻ്റെ റോൾ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ഇതാണ്, സോ ഈ പ്രൊഫഷൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഒരു ഡോക്ടർ കുറേ അധികം രോഗികളെ ചികിത്സിക്കുന്നുണ്ട്. അദ്ദേഹവും ഭാര്യയും കൂടെ എവിടെയെങ്കിലും ഒന്ന് പോകുമ്പം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് കണ്ട ഓടി അടുത്ത് വരും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ തിങ് ആണ്. അയാൾക്കത് നിഷേധിക്കാനാകത്തില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ ശല്യം ചെയ്തെന്ന് ചോദിക്കാനാകത്തില്ല. അത് പ്രൊഫഷൻ, അതായത് ഒരു ഡോക്ടറിന് പോലും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും മീഡിയയിൽ നിൽക്കുന്ന, ഫെയിമായി നിൽക്കുന്ന നിങ്ങൾ അത് പറ്റില്ല എന്ന് പറയുന്നത് സത്യത്തിൽ നല്ലൊരു വൈരുദ്ധ്യതയാണ് കേട്ടോ. ഒരു വിരുദ്ധാഭിപ്രായമാണ് എനിക്കതിനകത്തുള്ളത്. ആൻഡ്